അലൈഹി വസല്ലം പറഞ്ഞു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ആരാണ് ബുദ്ധിമാൻ? അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ദുനിയാവിന്റെ സുഖങ്ങൾ ആലോചിക്കുന്നവനല്ല ബുദ്ധിമാൻ. ഇവിടെയുള്ള ആഘോഷങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവനല്ല ബുദ്ധിമാൻ. അൽ കയ്യിസു മൻ ദാന നഫ്സഹു, അവന്റെ ചങ്ങാതിമാർ ആഘോഷങ്ങളിലേക്ക് വിളിക്കുമ്പോ മൻ ദാന നഫ്സഹു, എന്റെ ശരീരത്തെ ഞാൻ കൺട്രോൾ ചെയ്യാൻ ഞാനില്ല, ഈ റമളാനിനെ കളങ്കപ്പെടുത്താൻ ഞാനില്ല, ഈ ദീനിനെ സമൂഹത്തിന്റെ മുമ്പിൽ ഒറ്റുകൊടുക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തെ, സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് ബുദ്ധിമാൻ. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിലേക്ക് ശേഷമുള്ളൊരു ലോകമുണ്ട്, മഹ്ശറ വൻസഭയുണ്ട്. അതിലേക്ക് വേണ്ടി ആരാണ് ഒരുങ്ങുന്നത്? മഹ്ശറ വൻസഭയിൽ വിജയിക്കണമെന്ന് ആരാണ് മനസ്സിൽ കരുതുന്നത്? ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന, ഒരു ദിവസമാണ് അവിടെയുള്ളത്, ഒരൊറ്റൊരു ദിവസമാണ് അവിടെയുള്ളത്. പക്ഷേ ആ ദിവസത്തിന്റെ ദൈർഘ്യം 50000 സന, 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ് അവിടെയുള്ളത്. ഇവിടെയുള്ള 2000 വർഷം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. 60 വർഷം ജീവിക്കുന്ന നമ്മൾ, അതിലെന്തെങ്കിലും ഒരു അസുഖം വരുമ്പോ ദിവസങ്ങൾ തള്ളി നീക്കുന്ന നമ്മൾ, അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു ചാൻ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് വിയർത്തു കുളിക്കുമ്പോ 50,000 വർഷം കഷ്ടങ്ങൾ അനുഭവിക്കേണ്ട ഒരു ദിവസം വരാനുണ്ട്. അവിടെ ആരാരും സഹായിക്കാനില്ലാതെ, മറ്റൊരാളുടെ സഹായമില്ലാതെ, മറ്റൊരാളുടെ ശുപാർശയില്ലാതെ സ്വന്തം അമാലുകൾ, ഞാൻ ചെയ്ത നന്മ ഞാൻ മാത്രമെന്ന രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കാലം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി. അല്ലാഹു പറയുകയാണല്ലോ പരിശുദ്ധമായ ഖുർആനിൽ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. ചങ്ങാതിമാരെ വേണ്ട, ചങ്ങാതിമാരെ വേണ്ട, കൂടെ കളിച്ച ചങ്ങാതിമാരവിടെ കാണുമ്പോൾ മുഖം തിരിഞ്ഞു നടക്കുകയാണ്. ഈ കാരണമാണ് ഞാൻ വഴിപിഴച്ചത്, ഈ കാരണമാണ് എനിക്ക് ഈ അവസ്ഥ വന്നത് എന്ന് ചങ്ങാതിമാരെ പരസ്പരം ആക്ഷേപിക്കുന്ന, പരസ്പരം ബ്ലെയിം ചെയ്യുന്ന ഒരു കാലം വരാനുണ്ട്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി. താലോലിച്ച് വളർത്തിയ ഉമ്മയെ വേണ്ട, ഉപ്പയെ വേണ്ട, ഉപ്പയെ ദുനിയാവിൽ തന്നെ വേണ്ട, മാതാപിതാക്കൾ ദുനിയാവിൽ തന്നെ വേണ്ടാത്ത കാലാണ്. എന്നാൽ ചങ്ങാതിമാരെ വേണമല്ലോ ദുനിയാവിൽ. മാതാപിതാക്കൾ ദുനിയാവിൽ തന്നെ സ്ഥാനം നൽകാത്ത കാലമാണ്. പക്ഷേ ചങ്ങാതിമാരെ വേണമല്ലോ. ഈ ചങ്ങാതിമാരെ വരെ നാളെ അവിടെ വേണ്ട. ആദ്യോടെ ചങ്ങാതിയെ കാണുമ്പോൾ നീ കാരണം ഞാൻ വഴിപിഴച്ചത്, ആദ്യോടെ ചങ്ങാതിയെ കാണുമ്പോഴാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി. ചങ്ങാതിമാരിൽ നിന്നോടുന്ന കാലമാണത്, ഉമ്മമാരിൽ നിന്നോടുന്ന കാലമാണത്, ഉപ്പമാരിൽ നിന്നോടുന്ന കാലമാണത്, സഹോദരന്മാരിൽ നിന്നോടുന്ന കാലമാണത്, ഭാര്യമാരിൽ നിന്നോടുന്ന കാലമാണത്. എല്ലാ ആരൊക്കെയാണോ പരിചയമുള്ളത് അവരിൽ നിന്നൊക്കെ ഓടുന്ന കാലമാണത്. ഖുദാ കേ റൂബറോജ് സിദിൻ ഖയാമത്ത് കാ വഫാ ഹോഗാ, ഉസീ ദിൻ ബാപ് ബേटे का न बेटे बाप का होगा, उसी दिन ऐसा होगा का न हमशीरा बरादर की न बीवी अपनी शौहर की, उसी दिन ऐसा होगा का भाई भाई से जुदा होगा. എന്താണ് കവി പറയുന്നത്? ഖുദാ കേ റൂബറോജ് സിദിൻ ഖയാമത്ത് കാ വഫാ ഹോഗാ. അല്ലാഹുവിന്റെ ഖയാമത്ത് നാളിന്റെ രംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ മഹ്ശറ വൻസഭയുടെ രംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താണ് പറയുന്നത്? ഖുദാ കേ റൂബറോജ് സിദിൻ ഖയാമത്ത് കാ വഫാ ഹോഗാ, ഉസീ ദിൻ ബാപ് ബേटे का न बेटे बाप का होगा. ഉപ്പാ നിങ്ങൾ എനിക്ക് വേണ്ട, മോനെ നിന്നെയും എനിക്കും എന്ത് ചെയ്യാൻ സമയമില്ല. ഹംശീറാ ബറാദറുക്കി, ഭർത്താവിന് ഭാര്യയെ വേണ്ട, ചങ്ങാതിമാരെ വേണ്ട, സുഹൃത്തുക്കളെ വേണ്ട. ബീവി അപ്പനി ഷൗഹറുക്കി, ബീവിക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണ്ട. ഇവിടെ ഭർത്താവില്ലാതെ ഒരു നിമിഷം പോലും ചെലവഴിക്കാൻ കഴിയാത്ത ആളുകളാണ് ഭാര്യമാർ. ഗൾഫിൽ പോകുന്ന ഭാര്യമാര് എപ്പോ
എപ്പോഴാണ് വരുന്നതെന്ന് കലണ്ടർ നോക്കി ദിവസങ്ങൾ എണ്ണിത്തീർക്കുന്ന ഭാര്യമാർക്ക് ഭർത്താവിനെ വേണ്ട, അവിടെ ഭർത്താവിനെ കാണുമ്പോൾ മുഖം തിരിച്ചു നടക്കുന്ന കാലമാണത്. നബീബി അപ്നി ശൗഹർഖി, സ്വന്തം ഭർത്താവിനെ വേണ്ടാത്ത കാലമാണല്ലോ. ഉസീദിൻ ഐസ ഹോഗാ കാ ഭായി ഭായി സേ ജുദാ ഹോഗാ, എന്തോ ഒരു ദിവസമാണത്, അത് വല്ലാത്ത ദിവസമാണത്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് യഹ്ശറുന്നാസു ഖഫാതൻ ഉറാതൻ ഖുർലാ, ജനങ്ങൾ വിവസ്ത്രരായി, വസ്ത്രമില്ലാതെ നഗ്നരായി, ചെരുപ്പില്ലാതെ കാലിൽ ചെരുപ്പില്ലാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാതെ മഹ്ശറാവൻ സഭയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് പറയുമ്പോ വഹദിയായ ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അന്നേരം പുരുഷന്മാർ സ്ത്രീകളുടെ ഔറത്തിലേക്കും സ്ത്രീകൾ പുരുഷന്മാരുടെ ഔറത്തിലേക്കും പരസ്പരം നോക്കൂലേ? ആയിഷ, എന്താണ് ഈ പറയുന്നത്? ആരാണ് നോക്കാൻ നിൽക്കുക? ആ സമയത്തിന്റെ ഗൗരവം അറിയാമല്ലോ. ഇന്ന ദാലികൽ യൗമ ലയൗമുൻ അളീം, ഇത് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി കരഞ്ഞിട്ടുണ്ട്. ഹബീബിന്റെ താടിരോമങ്ങൾ നനഞ്ഞിട്ടുണ്ട്. മഹ്ശറാവൻ സഭയുടെ അല്ലാഹുവിന്റെ ആ ഭയാനകമായ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞു. ഇന്ന ദാലികൽ യൗമ ലയൗമുൻ അളീം, ആ ദിവസം വല്ലാത്ത ദിവസമാണ്, അത് ഗൗരവമുള്ള ദിവസമാണ്. ആ ദിവസത്തിലാണ് എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ എങ്ങനെ സ്വർഗത്തിലേക്ക് പോകും? സ്വന്തമായി അമലില്ല. അപ്പോഴാണ് ഓർമ്മ വരുന്നത് ദുനിയാവിൽ വെച്ച് എന്നെ ചീത്ത പറഞ്ഞ ഒരാളെ കണ്ടു. അല്ലാഹുവേ, അയാൾ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അയാളുടെ നന്മ എനിക്ക് വേണം, ഇയാൾക്ക് സ്വർഗത്തിലേക്ക് പോകണം, എങ്ങനെയെങ്കിലും മഹ്ശറയിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പോഴാണ് ദുനിയാവിൽ വെച്ച് ചീത്ത പറഞ്ഞ, ഗീബത്ത് പറഞ്ഞ, സമ്പത്ത് അപഹരിച്ച ഒരാളെ കാണുന്നത്. അല്ലാഹുവേ, അയാൾ എന്നെ ദുനിയാവിൽ വെച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അയാൾ ചെയ്ത നന്മ എനിക്ക് വേണം എന്ന് ആളുകൾ ആഗ്രഹിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നത്, അല്ലാഹുവേ, എന്റെ നന്മകളൊന്നും ബാക്കിയില്ല പടച്ചോനെ, എല്ലാ നന്മകളും തീർന്നുപോയി പടച്ചോനെ. എന്നാലും എക്സ്ക്യൂസ് കൊടുക്കലുണ്ടല്ലോ, അതുപോലും കൊടുക്കൂല, കുഴപ്പമില്ല റബ്ബേ, അയാളുടെ നന്മ തീർന്നാൽ കുഴപ്പമില്ല, അയാളുടെ നന്മ തീർന്നാൽ ഞാൻ ചെയ്ത തിന്മകളാണല്ലോ എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എന്റെ ആ തിന്മകളെടുത്ത് എന്നെ നാട്ടിൽ വെച്ച് കുറ്റം പറഞ്ഞ ഒരാൾക്ക് കൊടുക്കു റബ്ബേ, എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകല്ലേ, എന്നെ നീ മഹ്ശറയിൽ ശിക്ഷിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ആളുകൾ ആഗ്രഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സബകാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇന്ന ദാലികൽ യൗമ ലയൗമുൻ അളീം, അത് വല്ലാത്ത ദിവസമാണ്. പക്ഷെ ആരാണ് ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുന്നത്? ആരാണ് ആ ദിവസത്തിന് വേണ്ടി തയ്യാറാവുന്നത്? അവനാണ് ബുദ്ധിമാൻ. അൽ കയ്യിസു, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ മൻ ദാന നഫ്സഹു, സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ്. വഅമില ലിമാ ബഅദൽ മൗത്ത്, ആ ഗൗരവമുള്ളൊരു കാലം വരാനുണ്ട്. അവർ മരിച്ചു പോകും, അവിടെ കഷ്ടങ്ങൾ അനുഭവിക്കും. അല്ലാഹുവേ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, മഹ്ശറ വൻസഭയിൽ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. വൽ ആജിസു, ബുദ്ധി എന്ന് പറഞ്ഞാൽ ആരാ? ബുദ്ധി ആരാണ്? ബുദ്ധിയുടെ ഡെഫിനിഷൻ പറയുന്നുണ്ട്, മൻ അത്ബഅ നഫ്സഹു ഹവാ, അവന്റെ ശരീരം എന്താണ് പറയുന്നത്? ദുഹർ നിസ്കരിക്കണ്ട, എന്റെ മേക്കപ്പ് പോകുമെന്നാണ് പറയുന്നതെങ്കിൽ വേണ്ട, ദുഹർ വേണ്ട, നരകത്തിൽ ശിക്ഷ അനുഭവിച്ചാലും കുഴപ്പമില്ല, എന്റെ മേക്കപ്പ് തീർന്നു പോവണ്ട, അങ്ങനെയൊക്കെ ചിന്തിക്കുക. സ്കൂളിൽ പോയി ളുഹർ നിസ്കരിക്കാത്ത പെൺകുട്ടികളുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ വിഷമം വരികയാണ്. എന്തേ കാരണമെന്നറിയോ? രാവിലെ കുളിച്ചു വൃത്തിയായി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പൗഡറിട്ട് ഫൗണ്ടേഷൻ ഇട്ട് ഫെയർ ആൻഡ് ലവ്ലി തേച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടി ഉച്ചയ്ക്ക് ളുഹർ നിസ്കരിക്കാതിരിക്കാനുള്ള കാരണം ആ പെണ്ണ് വുളു ചെയ്താൽ മുഖത്തിന്റെ ആ ഒരു മേക്കപ്പിന് ഇഷ്ടപ്പെടുമല്ലോ. തമാശയല്ല, ഇത് പല സ്കൂളുകളിൽ നിന്നും കേട്ട വാർത്തയാണ്. അതുകൊണ്ട് നിന്റെ മേക്കപ്പാണ് നിനക്ക് പ്രശ്നമെങ്കിൽ, നിസ്കാരം നിനക്ക് പ്രശ്നമല്ലെങ്കിൽ നിന്നെ കുറിച്ചാണ് പറയുന്നത് ബുദ്ധിയെന്ന്. കല്യാണത്തിന്റെ പവിത്രമായ ദിവസങ്ങളിൽ നിന്റെ വസ്ത്രം ധരിച്ചു, മനോഹരമായ ഉടയാടകൾ ഉടുത്തു, എന്നിട്ട് നീ ഉച്ചയ്ക്ക് ളുഹർ നിസ്കരിക്കാതെ വൈകുന്നേരം അസ്ർ നിസ്കരിക്കാതെ നീ നിന്റെ കല്യാണത്തിന്റെ പവിത്രമായ ഒരു നീണ്ട കാലത്തിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹരമായ ദിവസത്തിന് തുടക്കം കുറിക്കുന്നത് നിന്റെ നിസ്കാരം നഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പൊന്നുമോളെ എങ്ങനെയാണ് അതിൽ ബർക്കത്തുണ്ടാവുക?
ചെറുപ്പക്കാരാ, എങ്ങനെയാണ് അതിൽ ബർക്കത്തുണ്ടാവുക? അല്ലാഹുവിനെ മറന്നിട്ടുണ്ട് ബർക്കത്താണ് ലഭിക്കാൻ പോകുന്നത്. വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്വാനൻ ഫഹുവ ലഹു ഖരീൻ. അല്ലാഹു പറയുന്നുണ്ടല്ലോ പരിശുദ്ധ ഖുർആനിൽ, വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാൻ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഒരാൾ ജീവിക്കാൻ തയ്യാറായാൽ, നിസ്കാരം തൽക്കാലം നാളെ നിസ്കരിച്ച് ഉമ്മ പറയാണ് മക്കളോട്, ഉപ്പ പറയാണ് മക്കളോട്, ജ്യേഷ്ഠാനുജന്മാര് പറയാണ് മക്കളോട്, നിസ്കരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നാളെ ഖളാ വിട്ടിക്കോളാം, അതൊന്നും വിഷയാക്കണ്ട. വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാൻ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന്, അല്ലാഹുവിനോടുള്ള ബന്ധം ആരാണോ മാറ്റിവെക്കുന്നത്, ആരാണോ അതിൽ നിന്ന് അകന്നു നിൽക്കുന്നത്, യുഖയ്യിദ് ലഹു ശൈത്വാനൻ ഫഹുവ ലഹു ഖരീൻ, അവനിക്കൊരു പിശാചിനെ അല്ലാഹു ഏൽപ്പിച്ചു കൊടുക്കും. ഫഇന്ന ലഹു മഈശതൻ ലൻകാ. നോക്ക് സഹോദരീ, ഇതൊന്ന് ആലോചിച്ചു നോക്കണം. എന്താണ് ഈ ആയത്ത് പറയുന്നത്? പരിശുദ്ധമായ ദാമ്പത്യ ജീവിതം തുടങ്ങുമ്പോ അല്ലാഹുവിൽ നിന്ന് അകന്നിട്ടാണ് നീ തുടങ്ങുന്നതെങ്കിൽ, ഫഇന്ന ലഹു മഈശതൻ ലൻകാ, നിന്റെ ജീവിതം കുടുസാണ്, നിന്റെ ജീവിതം കഷ്ടമാണ്. ദാമ്പത്യ ജീവിതത്തിൽ എവിടെ ബർക്കത്ത് ലഭിക്കാൻ, എവിടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്നത്? കാരണം നിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രാരംഭം കുറിച്ചത് ഒരു നിസ്കാരം നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ലേ. അതുകൊണ്ട് വൽ ആജിസു, ആരാണ് ബുദ്ധി എന്ന് പറയുന്നത്? മന്നത്ബഅ നഫ്സഹു ഹവാഹാ, എന്റെ ശരീരം എന്റെ മനസ്സെന്താണോ പറയുന്നത് അതുപോലെ പിൻപറ്റുന്നവർ. എന്നിട്ടോ വതമന്നാ അലല്ലാഹ്, അല്ലാഹു എനിക്ക് പുറത്തു തരുമെന്ന് വിശ്വസിക്കുക, തോന്നിവാസങ്ങളൊക്കെ ചെയ്ത് നടക്കുക, എന്നിട്ട് അല്ലാഹു എനിക്ക് പുറത്തു തരും എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ബുദ്ധി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ പരിശുദ്ധമായ റമളാൻ ഇവിടെ പറയുമ്പോൾ തന്നെയാണ് ഇങ്ങനെ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. മഹ്ശറയിലെ ഭീകരമുഖങ്ങൾ എന്നൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടതും ഈ റമളാൻ ഇവിടെ പറയാനിരിക്കുന്ന സമയത്താണ്. റസൂലുള്ളാഹി അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. അല്ലാഹു പറയാ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കണേ. തഖ്വയുള്ളവരാവണം, നിങ്ങൾ എല്ലാവരും തഖ്വയുള്ളവരാവണം. എന്തിനാണ് ഈ നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാനാണ്, സ്ലിം ബ്യൂട്ടി ഉണ്ടാവാനല്ല, കൊളസ്ട്രോൾ കുറക്കാനല്ല. പക്ഷേ ഇതിന്റെ ലക്ഷ്യം എന്താണ്? അല്ലാഹുവിന്റെ പ്രധാനമായ ലക്ഷ്യവും ഉദ്ദേശവും നമ്മളിൽ തഖ്വ വർദ്ധിക്കണം എന്നാണ്. റമദാനിൽ തഖ്വ വർദ്ധിക്കാറുണ്ട്, പക്ഷെ റമദാൻ കഴിഞ്ഞ് പെരുന്നാളാകുമ്പോൾ എല്ലാം നഷ്ടപ്പെടുത്തി. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ, സഹോദരിമാരെ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ചാൽ മാത്രം പോരാ, നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ചിന്തിക്കണം. റമളാൻ കഴിയുമ്പോ എല്ലാവരും ആലോചിക്കേണ്ടത്, നാളേക്ക് വേണ്ടി ഞാൻ എന്താണ് ഒരുക്കി വെച്ചത്? മക്കൾക്ക് വേണ്ടിയിട്ടല്ല, ഒരു 10 ജനറേഷനുള്ളത് സമ്പാദിച്ചു വെക്കലല്ല, നാളേക്ക് വേണ്ടി, മഹ്ശറയിലേക്ക് വേണ്ടി, ഖബറിലേക്ക് വേണ്ടി, അല്ലാഹുവിന്റെ ഉഖ്റവിയായ ലോകത്തേക്ക് വേണ്ടി എന്താണ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, നിങ്ങൾ നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ഓരോ ആളുകളും ആത്മവിചിന്തനം നടത്തേണ്ട സമയമാണ് ഈ റമളാൻ ഇവിടെ പറയുന്ന സമയം. വത്തഖുല്ലാഹ്, എന്നിട്ട് വീണ്ടും തഖ്വ വർദ്ധിക്കണം. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. സഹോദരിമാരെ, സഹോദരിമാരെ, ഇതൊക്കെ അല്ലാഹു കാണുന്നുണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. അല്ലാഹുവിനെ മറന്നവരെ പോലെ നിങ്ങളും മറക്കാൻ പാടില്ല. ഒരു കൂട്ടം ആളുകൾ അല്ലാഹുവിനെ മറന്നപ്പോ നിങ്ങളും അവരിൽ പെടാൻ പാടില്ല. ഇനി നിങ്ങൾ മറന്നാൽ അല്ലാഹുവിന് യാതൊരു കുഴപ്പമില്ല. ولا تكونوا كالذين نسوا الله فأنساهم
أنفسهم أولئك هم الفاسقون. നിങ്ങൾ അല്ലാഹുവിനെ മറക്കല്ലേ, മറന്നാൽ അല്ലാഹു നിങ്ങളെ മറക്കും. നിങ്ങൾ ഇവിടെ അല്ലാഹുവിനെ ഓർത്താൽ അവിടെ അല്ലാഹു നിങ്ങളെ ഓർക്കും. ഇവിടെ നിങ്ങൾ അല്ലാഹുവിനെ ഓർത്താൽ അവിടെ അല്ലാഹു നിങ്ങളെ ഓർക്കും. ഒരു മുഅ്മിനിന് രണ്ട് ഭയം ഉണ്ടാവൂല, രണ്ട് നിർഭയത്വവും ഉണ്ടാവൂല. രണ്ട് ഭയം. ഇവിടെ അല്ലാഹുവിനെ പേടിച്ചാൽ അവിടെ അല്ലാഹുവിനെ പേടിക്കേണ്ടതില്ല. ഇവിടെ പേടിച്ചില്ലേ അവിടെ പേടിക്കേണ്ടി വരും. ഇവിടെ അല്ലാഹുവിനെ പേടിച്ച ഒരു മുഅ്മിനിനും അവിടെ പേടിയില്ല. രണ്ട് ഭയം. ഇവിടെയും പേടി അവിടെയും പേടി, മഹ്ശറയിലും പേടി, ദുനിയാവിലും പേടി. അതില്ല. അപ്പൊ എവിടെയാണ് പേടിക്കേണ്ടത്? നമ്മൾ സ്വയം ചിന്തിക്കണം. ഞാൻ ചിന്തിക്കണം, എനിക്കിവിടെയാണോ പേടി വേണ്ടത്, അല്ല അവിടെയാണോ പേടി വേണ്ടത്? ഇവിടെയാണോ നിർഭയത്വം വേണ്ടത്, അവിടെയാണോ നിർഭയത്വം വേണ്ടത്? നമ്മളാണ് തെരഞ്ഞെടുക്കേണ്ടത്. രണ്ട് പേടി ഒരാൾക്കും ഉണ്ടാവില്ല, രണ്ട് നിർഭയത്വവും ഒരാൾക്കും ഉണ്ടാവില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അവിടെയാണ് ബുദ്ധി, അവിടെയാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത്. സ്വന്തം എവിടെയാണ് രക്ഷപ്പെടേണ്ടത് എന്ന് ഒരാൾ തീരുമാനിച്ചു, ആഖിറമാണ് എനിക്ക് വേണ്ടത്, അവിടെയാണല്ലോ എറ്റേണലായ ഒരാൾ ജീവിക്കുന്നത്, അവിടെയാണല്ലോ ശാശ്വതമായി ജീവിക്കുന്നത് എന്ന് ഒരാൾ ചിന്തിച്ചിട്ട് ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് അയാളെ കുറിച്ച് ബുദ്ധിമാൻ എന്ന് പറയാൻ പറ്റുക. പ്ലസ് ടുവിൽ ഫുള്ള് A+ ആണ്, ബുദ്ധിമാൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഡിഗ്രിയിലൊക്കെ നല്ല മാർക്ക് വാങ്ങി, എഞ്ചിനീയറിംഗിനും മറ്റേ സിവിൽ എക്സാം എല്ലാത്തിലൊക്കെ റാങ്ക് ഹോൾഡർ ആണ്. അതിന് ബുദ്ധിമാൻ എന്ന് പറയാൻ പറ്റില്ല. ബുദ്ധിമാൻ എന്ന് പറയുന്ന ആരെ കുറിച്ചിട്ടാ? അവിടേക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കണം, അവരാണ് ബുദ്ധിമാൻ. നമ്മളെ കുറിച്ച് നമ്മൾ വിലയിരുത്താം, ഞാൻ ബുദ്ധിമാനാണോ അല്ല വിഡ്ഢിയാണോ എന്ന്. അല്ലാഹു നമ്മൾക്കൊക്കെ അല്ലാഹുവിനോടുള്ള പേടിയും